ദാറ്റ്സ് എ പോസിബിലിറ്റി. പിന്നെ വിനോദ് ഇപ്പൊ പറഞ്ഞ സിമിലാരിറ്റീസ് ആയിക്കൂടെ ഇവര് തമ്മിലുള്ള കണക്ഷൻസ്? പ്രായം ഇപ്പൊ ഞാൻ മുഖവിലേക്ക് എടുക്കുന്നില്ല. പക്ഷേ പ്രൊഫഷൻ സത്യസന്ധരായ, ഐ ആം റിപ്പീറ്റിംഗ് ഇറ്റ്, സത്യസന്ധരായ 2 കസ്റ്റംസ് ഓഫീസേഴ്സ് സ്വാഭാവികമായും ശത്രുക്കൾക്ക് പഞ്ചമുണ്ടാവില്ല. അങ്ങനെയുള്ള ശത്രുക്കളാണ് ഈ കൊലപാതകങ്ങൾക്ക് പിന്നിലെങ്കിലോ പോലീസ് അന്വേഷണം തങ്ങളുടെ നേരെ തിരിയാതിരിക്കാൻ വേണ്ടി സീരിയൽ കില്ലറുടെ പുകമറ സൃഷ്ടിക്കുന്നതാണെങ്കിൽ അപ്പോ ഇനിയൊരു വിക്ടിം ഉണ്ടാവില്ല എന്നാണോ സാറ് പറഞ്ഞു വരുന്നത്? എന്നുറപ്പിച്ച് പറയാനാവില്ല. ഇനിയും ഉണ്ടായെന്ന് വരാം. അതും ഒരു കസ്റ്റംസ് ഓഫീസർ ആണെങ്കിൽ ഐ വിൽ സ്റ്റിക്ക് ഓൺ ടു മൈ തിയറി. അല്ലെങ്കിൽ മൈ തിയറി ഇസ് റോങ്. ആർ യു ഗോയിങ് ടു വെയിറ്റ് ഫോർ അനദർ വിക്ടിം? എന്നല്ല സർ, മരിച്ച ചെറുപ്പക്കാരുടെ പ്രൊഫഷണൽ ശത്രുക്കളുടെ പിറകിലാണ് ഞാൻ എന്ന് സൂചിപ്പിച്ചതാണ്. മിസ്റ്റർ വിനോദ്, വി ഡോണ്ട് ഹാവ് മച്ച് ടൈം. പത്രക്കാരിത് കുത്തിപ്പൊക്കുന്നതിന് മുമ്പ് ഒരു തീരുമാനത്തെ എത്തിയില്ലെങ്കിൽ? സാറ് പറയുന്ന പോലെ ഐ കാൻ ജമ്പ് ഇൻ ടു കൺക്ലൂഷൻസ്. പത്രക്കാർക്കൊക്കെ വേണ്ടി ഹൗ ഡെയർ യു ടോക്ക് മീ ലൈക്ക് ദാറ്റ്? ഒരു നിരപരാധിയെ പിടിച്ച് ഇടിച്ച് സമ്മതിപ്പിച്ചിട്ട് പത്രക്കാരോട് വിളമ്പാൻ നിങ്ങൾക്കായിരുന്നല്ലോ തിടുക്കം. പുറത്ത് കാത്തു നിൽപ്പുണ്ട്. യു ഗോ ആൻഡ് ആൻസർ ദം. 2 കൊലപാതകങ്ങൾ ഒരേപോലെ നടന്നു എന്നതുകൊണ്ട് മാത്രം കുറ്റവാളി ഒരാളാണെന്ന് ഉറപ്പിക്കാൻ സാധിക്കില്ല. അതിന് വ്യക്തമായ തെളിവുകൾ വേണം. എന്ത് തെളിവുണ്ടായിട്ടാണ് നിങ്ങൾ അലി ഉമറിനെ അറസ്റ്റ് ചെയ്തത്? സോറി, നോ മോർ കമന്റ്സ്. SP വിനോദ് കൃഷ്ണയുടെ നേതൃത്വത്തിൽ നടന്ന അന്വേഷണത്തിൽ സംശയാസ്പദമായ സാഹചര്യത്തിൽ ഒരാളെ പോലീസ് ഗുഡ് ഈവനിംഗ് സർ. Good evening. What the hell SP Vinod is doing there? ഈവനിംഗ് ന്യൂസിലോ? അയാൾ എന്തൊക്കെയാണ് ഈ പറയുന്നത്? അയാളെ കൊണ്ട് സാധിക്കുന്നില്ലെങ്കിൽ ട്രൈ someone efficient. സർ, ഡെഫിനറ്റ്ലി സർ, ഞാൻ പറയാം. Okay. ഡ്രൈവർ വണ്ടി നിർത്ത്. വണ്ടി നിർത്തോ. Stop right there! Daddy.